Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൗണിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ലൊരു ഹോൾ വീറ്റ് വാൾനട്ട് ബ്രൗണിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഓവണൊന്നും ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രൗണി തന്നെയാണിത്. മുട്ടയൊന്നും ചേർക്കാതെ അതുപോലെ തന്നെ മൈദയൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചൊരു ഹെൽത്തി വെർഷനിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹോൾ വീറ്റ് വാൾനട്ട് ബ്രൗണിയുടെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബട്ടറും ചോക്ലേറ്റും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ബൗൾ ഇറക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചോക്ലേറ്റും സെപ്പറേറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്നിച്ച് തന്നെയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബട്ടറും ചോക്ലേറ്റൊക്കെ ഒരുമിച്ച് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായി കിട്ടും. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗന്ന് എടുത്ത് പുറത്ത് വെക്കാം. ഇനി ഇതൊരല്പം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ല ചൂടിലാണുള്ളത്. ഈ സമയത്ത് നമുക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയൊരു പാത്രം എടുത്ത് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അല്പം സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണയായിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാൾട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കളറൊക്കെ കുറച്ച് ചേഞ്ച് ആയിട്ടുള്ളത്. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉപ്പിട്ടിട്ട് ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന കേക്കിനൊക്കെ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടോ. ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഉപ്പിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വരുന്നൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മുടെ ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്തത് അല്പം ഒന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് എല്ലാം കൂടി നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രൗണിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പ്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ആദ്യം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബട്ടറും ചോക്ലേറ്റും മെൽറ്റ് ചെയ്തതിലേക്ക് ഇത് അരിച്ച് ചേർക്കാം. ഇനി ഇത് നമുക്ക് ആ സ്പാച്ചിൽ വെച്ച് തന്നെ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോപ്പ് ചെയ്തിട്ടുള്ള വാൾനട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഈ സ്പാച്ചിൽ വെച്ച് തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിന് ബീറ്ററോ ഹാൻഡ് വിസ്കോ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സ്പാച്ചിൽ ഉണ്ടായി തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. വളരെ ഈസി ആയിട്ട് ആർക്കും ബീറ്ററൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ബ്രൗണിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓവൻ്റെയും ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രൗണിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തല്ലോ, അതിന് പകരം കുറച്ചുകൂടി ഹെൽത്തി ആക്കണം എന്നുള്ളവർക്ക് ഇതിൽ അതേ അളവിൽ തന്നെ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ നല്ല കട്ടിയായിട്ടാണുള്ളത്, നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണുള്ളത്. അപ്പോൾ ഇനി ഇത് ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ളതല്ല, അതുപോലെ തന്നെ നല്ല ചൂടുമല്ല. ഒരു കൈ കൊണ്ടൊന്ന് തൊട്ടാൽ ചെറിയൊരു ചൂടറിയുന്ന ആ ഒരു വിധത്തിലുള്ള പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബ്രൗണിയുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും കുറച്ച് ബട്ടറൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ മറന്നുപോയി. ചിലപ്പോൾ ഈ ബ്രൗണി നമ്മുടെ ഈ ബട്ടർ പേപ്പറിലേക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ബേക്ക് ചെയ്തതിന് ശേഷം പിന്നെ അത്
താഴേക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അവിടെ നമ്മൾ ഇന്നേരം ബട്ടർ തേച്ച് കൊടുത്തതാണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയില്ല. കൂടുതലായിട്ട് അങ്ങ് ഒട്ടിയിട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കലാണ് നല്ലത്. അങ്ങനെ നമ്മൾ ടിന്നിലേക്കൊക്കെ ഒഴിച്ച് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ബാറ്റർ എത്തിക്കോളും. പിന്നെ അതിനുശേഷം കുറച്ച് വാൾനട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒരു ചെറിയൊരു സ്റ്റാൻഡ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ടിൻ ഇറക്കി വെച്ച് ഇതൊന്ന് മൂടി വെച്ച് ഒരു 20 മിനിറ്റോളം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കി ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ക്ലിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ ബേക്ക് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൗണിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഒന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരൽപ്പം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ ബ്രൗണി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാനായിട്ട് അല്പം ചോക്ലേറ്റ് ഗണാശ ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു 1/4 കപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിലേക്ക്, ഞാൻ ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീമും ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗണാശ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗന്ന് എടുത്ത് പുറത്തേക്ക് വെക്കാം. ഇനി ചോക്ലേറ്റ് ഗണാശ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഐസിങ് ബാഗിലോ ഒഴിച്ച് നമുക്ക് ബ്രൗണിയുടെ മുകളിൽ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ കൊടുക്കാം. അതിനു മുന്നേ നമുക്ക് ബ്രൗണി നമുക്കിഷ്ടമുള്ള സൈസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ബ്രൗണി ഇതുപോലെയാണുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി തന്നെയാണിത്. നമുക്കിങ്ങനെ തന്നെ, ഇനി ഇതിന് മുകളിൽ ഡെക്കറേഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുകയും ചെയ്യാം. ഞാൻ പക്ഷേ ഇതിന് മുകളിൽ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ചോക്ലേറ്റ് ഗണാശ് കൊണ്ട് ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ ന്യൂട്ടല്ല ബ്രൗണിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ബ്രൗണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കാം. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.